ഹായ്, ഇന്ന് നമുക്ക് അടിപൊളി ഒരു ചക്കപ്പൂൽ ഉപ്പേരി വെക്കാം കേട്ടോ. ചക്ക കണ്ടൽ. അപ്പോൾ ആദ്യം നമ്മൾ ചക്ക ഇതെല്ലാം മൂക്കും ഇതിൻ്റെ പുറത്തേത്തെ മുള്ളില്ലേ അതെല്ലാം കളഞ്ഞിട്ട് ഇങ്ങനെ കഷ്ണം കഷ്ണം പീസാക്കും. എന്നിട്ട് കഴുകിയെടുത്തതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കുറച്ച് ഉപ്പ് ഇടണം കേട്ടോ. അതിന് പറ്റുന്ന പാകത്തിലുള്ള ഉപ്പിടണം. ഉപ്പ് ഇട്ടിട്ട് ഇതിന് കുറച്ച് വെള്ളം ഒഴിക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചു. ഇനി ഒറ്റ വിസിൽ വേണ്ട കേട്ടോ. ഒരൊറ്റ വിസിൽ വന്നാൽ ഒറ്റ വിസിലേ വരണേ. കത്തിച്ചു കേട്ടോ. ഒരു വിസിൽ വരുന്നോണ്ട് നമുക്ക് ഓഫാക്കാം. ഒറ്റ വിസിലേ വരണം കേട്ടോ. അപ്പോൾ ആ ഒറ്റ വിസിൽ വരുന്ന സമയത്ത് അത് നോക്കാം. അതിന് വേണ്ടത് കുറച്ച് തേങ്ങയും വെളുത്തുള്ളിയും പറങ്കിയും ഒന്നിങ്ങനെ പൊടിച്ചതാണ് കേട്ടോ. ഇതൊന്ന് തണിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ പണിയെടുക്കാം. നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. കുക്കർ തുറന്ന് നോക്കി വെന്തിരിട്ടോ. നല്ല വാങ്ങൽ വെന്തിട്ടുണ്ട്. അപ്പം ഇതിലൊന്ന് തണിയാൻ വേണ്ടിയിട്ട് വെക്കാം. ഇതൊന്ന് തണിഞ്ഞിട്ട് നമുക്കിത് ഇപ്പോൾ ചൂടല്ലേ, കുറച്ച് തണിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് ഇതൊന്ന് ഇങ്ങനെ പൊടിച്ചെടുക്കണം. അപ്പോൾ ഇത് തണിഞ്ഞിട്ടുണ്ട് കേട്ടോ. തണിഞ്ഞതിന് ശേഷം നമുക്കിത് കൈ കൊണ്ട് ഒന്നിങ്ങനെ ഞരടി കൊടുത്താൽ മതി. അപ്പാടിത് ഒലന്ന് ഇങ്ങനെ പോകും. എല്ലാം വേഗം ഒന്ന് ഇങ്ങനെ ആക്കാം. ഇങ്ങനെ ഒലത്തിയിട്ട് നമ്മൾ വറവല്ലേ, ചക്കപ്പൂല് വറവ്, ചക്കക്കണ്ടൽ വറവ്. അപ്പോൾ അതിങ്ങനെ ഒന്ന് ഞരടിയിട്ട് ഇതെല്ലാം നമുക്ക് ഒന്ന് ഇതുപോലെ ആക്കിയെടുക്കാം. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ഒലത്തിയിട്ട് നല്ല വറവിൻ്റെ രൂപത്തിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു പാൻ തീരുമാനിച്ചു. ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കാം. പിന്നെ വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഇത് കടുക് വറുത്തിടില്ല കേട്ടോ. നമ്മിങ്ങനെ വെളുത്തുള്ളിയും പറങ്കി ഇങ്ങനെ ചതച്ചിട്ട് അതാണ് വറുത്തിടല്. കാച്ചി ഉറ്റിക്കൽ, കാച്ചി പോരൽ കേട്ടോ. വെളുത്തുള്ളിയും പറങ്കി കാച്ചി ഉറ്റിക്കാൻ വേണ്ടി. അപ്പോൾ എണ്ണ ചൂടായി ഇതിലേക്ക് വെളുത്തുള്ളിയും പറങ്കി കിട്ടും. ഈ വെളുത്തുള്ളിയും പറങ്കി ഇങ്ങനെ മൂക്കുമ്പോൾ നല്ലൊരു മണമാണേ. നമ്മൾ ചീരക്കും പിന്നെ അതുപോലെ ഈ ചക്കപ്പൂവിൽ ചക്കക്കണ്ടലെല്ലാം ഉപ്പേരി വെക്കുമ്പോൾ ഇതുപോലെ വെളുത്തുള്ളിയും പറങ്കി ഇങ്ങനെ കാച്ചി ഒഴിക്കലാണ്. അപ്പോൾ ഞാൻ ഇതിലേക്കാണ് ഈ വറവിടലേ. അപ്പോൾ ഇതൊന്ന് വെളുത്തുള്ളിയും പറങ്കി ഒന്നായി വരുമ്പോൾ നമ്മളെ ഇതുണ്ടല്ലോ, നല്ല മണം. ഇതിലേക്ക് നമ്മളെ ഇതിടാം. ഇനി ഉപ്പ് മഞ്ഞളും ഇട്ട് തീമാറ്റോണ്ട് ഉപ്പെല്ലാം പറ്റിയിട്ടുണ്ട് കേട്ടോ. നോക്കി ഉപ്പ് കറക്റ്റുണ്ട്. ഇനി നമ്മൾ എക്സ്ട്രാ ഉപ്പിടേണ്ട ആവശ്യമൊന്നുമില്ല. ആ കൂട്ടത്തിൽ തന്നെ നമ്മളെ തേങ്ങ. ഞാനിതുപോലെയാണ് ചക്കപ്പൂൽ ഉപ്പേരി വെക്കലേ. വേറെ ചെയ്യാൻ വെക്കുന്നവരുണ്ടാവും. എനിക്കിതാ ഇഷ്ടം.
നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നല്ലോണം ചക്ക ഉണ്ടായിനെ. ഇപ്രാവശ്യം ചക്കേ ഇല്ല, കുറവാണ്. ഇപ്പം ഒരു പ്ലാവിൻ്റെ വീട്ടിൽ ഇങ്ങനെ 1-2 ചക്കയുടെ പൂല് പൊട്ടുന്നുണ്ട്. പിന്നെ ഇത് അപ്പുറത്തെ വീട്ടത്തെ രാമേന്ദ്രേട്ടൻ തന്നെയാണ് ഈ ചക്കപ്പൂല്. അവിടെ ചക്കയുണ്ട് തോന്നുന്നു. അപ്പോൾ അവർ പറിക്കുമ്പോൾ ഒരു കഷ്ണം നമുക്ക് തന്നു. അപ്പം ഇന്നത്തെ വറവ് ചക്കപ്പൂല് വറവാക്കി. അപ്പം ഇങ്ങനെയാണ് നമ്മളെ ചക്കപ്പൂലിപ്പേര്. ജസ്റ്റ് ഒന്ന് ഉപ്പുണ്ടോ? ഉപ്പുണ്ടായി. ഉപ്പിനെ കറക്റ്റ് പാകത്തിനുണ്ട്. അപ്പം നമ്മുടെ ചക്കപ്പൂലുപ്പേരി ഇവിടെ റെഡിയായി. ഇതുപോലെ ചക്കപ്പൂലുപ്പേരി വെക്കാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ വെച്ചോ, കോട്ടാ, നല്ല ടേസ്റ്റാണ്, അടിപൊളി. ഓക്കേ.